ഇനി പത്തനംതിട്ട ജില്ലയിലേക്ക്. അവിടെയും മഴക്കെടുതിയുടെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടമുണ്ടായി എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ അറിയിക്കുന്നത്. ഇന്ന് തിരുവല്ലയിൽ വൈദ്യുതാഘാതമേറ്റ ഒരാൾ മരിച്ചു. മേപ്രാൽ സ്വദേശി റെജിയാണ് മരിച്ചത്. ചിറ്റാറിൽ വീടിന് മുകളിലേക്ക് വൻ മരം കടപുഴകി വീണതും വാർത്തയായി. വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നുപോയി. ശക്തമായ കാറ്റിന് പിന്നാലെ അഴൂരിൽ വൻ തേക്കുമരം വൈദ്യുത ലൈനിന് മുകളിലേക്ക് വീണു. അരയാഞ്ഞിലി ക്രോസ് വേ പൂർണ്ണമായും ഇന്ന് പകൽ വെള്ളത്തിൽ മുങ്ങി. 200-ലധികം വരുന്ന കുടുംബങ്ങൾ ഈ പ്രദേശമുണ്ട്. അത് ഈ പ്രദേശം തന്നെ ഒറ്റപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ പത്തനംതിട്ട ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വാർത്തകൾ? പത്തനംതിട്ടയിൽ ഇപ്പോൾ മഴ തുടരുകയാണോ? പത്തനംതിട്ട മലയോര പ്രദേശങ്ങളിൽ എന്താണ് അവസ്ഥ? നഗരത്തിലെ അവസ്ഥ എന്താണ്? SKN നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യെല്ലോ അലേർട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെയും ഇന്നുമായി. പക്ഷേ യെല്ലോ അലേർട്ടൊക്കെ മാറി അതിൻ്റെ ഒരു കാഠിന്യം അനുഭവപ്പെട്ടത് കഴിഞ്ഞ ദിവസം പന്തളത്തുണ്ടായ മിന്നൽ ചുഴലിയോടെയായിരുന്നു. അപ്പോഴാണ് പത്തനംതിട്ടക്കാർ ആകെ ഏതാണ്ടൊന്ന് ഞെട്ടിയത്. ഒരു 5 മിനിറ്റോളം മാത്രമേ കാറ്റടിച്ചുള്ളൂ എങ്കിലും പല മേഖലകളിലും ഏതാണ്ട് 15-ലധികം വരുന്ന വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞു വീണു. വൈദ്യുതി ബന്ധം തകരാറിലായി, മരങ്ങൾ കടപുഴകി വീണു. ഇത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് അത് ഇലന്തൂരിലേക്ക് ആ കാറ്റ് വരുന്നത്. അവിടെ ഒരു തേക്കുമരം പൂർണ്ണമായി കടപുഴകി വീണു. രാത്രിയോടുകൂടി പത്തനംതിട്ട നഗരത്തിൽ ഞങ്ങളൊക്കെ താമസിക്കുന്ന ആ മേഖലയിൽ അഴൂരിൽ ഒരു തേക്കുമരം പൂർണ്ണമായി കടപുഴകി 11 kV ലൈനിന്റെ മുകളിലേക്ക് വീണു. ഭാഗ്യം കൊണ്ട് ആരും അതിനടിയിൽ ഉണ്ടായിരുന്നില്ല. വലിയ തിരക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ട് പോവുകയായിരുന്നു. രാവിലെ വളരെ ശ്രമകരമായാണ് വാഹനമൊക്കെ നിയന്ത്രിച്ചാണ് ക്രെയിനൊക്കെ ഉപയോഗിച്ചാണ് ഇത് മുറിച്ച് നീക്കുന്ന പ്രവൃത്തിയിലേക്ക് KSEB ജീവനക്കാർക്ക് എത്താൻ കഴിഞ്ഞത്. ഉച്ചവരെ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയോടുകൂടി പെയ്ത കനത്ത മഴയിൽ ഒരു വീടിന്റെ ഒരു ഭാഗത്തേക്ക് വൻ മരം ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് കൂടാതെ ഒരു അപകടത്തിന്റെ വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നു. ഷോക്കേറ്റ് രാവിലെ പുല്ലരിയാൻ വേണ്ടി പോയതായിരുന്നു റെജി എന്ന മേപ്രാൾ സ്വദേശി. അദ്ദേഹത്തിന്റെ വള്ളത്തിൽ ആയിരുന്നു പോയിരുന്നത്. ആ പ്രദേശം മുഴുവൻ വെള്ളത്താൽ ചുറ്റപ്പെട്ടിരുന്നു. അതിനകം തന്നെ തൊട്ടടുത്ത അദ്ദേഹം സെക്രട്ടറിയായ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഷീറ്റുകളെല്ലാം ഇളകിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടേക്ക് ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ആ 48-കാരന് ജീവൻ അവിടെ വെച്ച് നഷ്ടപ്പെട്ടു. കാരണം വൈദ്യുതി ലൈനിൽ നിന്ന് മറ്റൊരു സബ് വയർ അവർ അനധികൃതമായി പള്ളിക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ലൈൻ വെള്ളത്തിലായിരുന്നു കിടന്നിരുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു. ഉടൻ തന്നെ മരണം സംഭവിച്ചു. രക്ഷിക്കാൻ വേണ്ടി ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു. എങ്കിലും ഭർത്താവിനെ രക്ഷിക്കാമെന്ന് കരുതി ആ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങിയ ഭാര്യയ്ക്കും റീന അവർക്കും കൃത്യമായ രീതിയിൽ ഈ ഷോക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർക്ക് മറ്റൊന്നും സംഭവിച്ചില്ല, ജീവനൊന്നും ആപത്ത് സംഭവിച്ചില്ല. ഇത് കൂടാതെയാണ് രാവിലെ 10:15 മറ്റൊരു അപകടം നടക്കുന്നത്. പത്തനംതിട്ടയിൽ തന്നെ പൂങ്കാവ് എന്ന സ്ഥലത്ത് ഒരു ബദാം മരം ഒടിഞ്ഞ് പൂർണ്ണമായി ഒരു കാറിന് മുകളിലേക്ക് വീഴുന്നു. ആ കാർ നേരെ ചെന്ന് മറ്റൊരു വാഹനത്തിൽ ഇടിക്കുന്നു. ഒരു ഓട്ടോയുടെ മേലേക്ക് പതിക്കുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു മഴക്കെടുതി എന്ന തരത്തിലുള്ള വാർത്തകൾ പത്തനംതിട്ടയിൽ നിരവധിയാണ്. അടൂരിൽ മരം കടപുഴകി വീണു. റാന്നിയിൽ പുതുമൺ പാലത്തിന് മുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം. അവിടെ ഗതാഗത നിയന്ത്രണം. അരിയാഞ്ഞിലമണ്ണ് കോസ് വേ സാധാരണ ഒരു മഴ പെയ്താൽ തന്നെ പമ്പയിലെ ജലനിരപ്പ് ഉയർന്നോ ഇല്ലയോ എന്ന് നമ്മൾ വിളിച്ചു ചോദിക്കുന്നത് പോലും അരിയാഞ്ഞിലമണ്ണ് ക്രോസ് വേയിൽ വെള്ളം കയറിയോ ഇല്ലയോ എന്നാണ്. അത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മുങ്ങുന്ന ഒരു സാഹചര്യം. ഇപ്പോഴും ശക്തമായ മഴ മലയോര മേഖലകളിൽ പലയിടങ്ങളിലും ഉണ്ട് എന്ന വാർത്തകളാണ് വരുന്നത്. നാളെയും യെല്ലോ അലേർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവധിയൊന്നുമില്ല. പക്ഷേ ഓറഞ്ച് അലേർട്ടിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള ജാഗ്രത വേണം. ഇന്നലെയും യെല്ലോ അലേർട്ട് ആയിരുന്നു. പക്ഷേ ഇന്നലെയും കാര്യമായ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. രാത്രികാല യാത്രകൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം ഇതിനകം തന്നെ അറിയിച്ചിട്ടുള്ളത്. കുമാരനാണ് തത്സമയം ചേർന്നത്.